ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ദോശ എങ്ങനെ ചുട്ടെടുക്കാൻ നോക്കാം. കൂടെ തന്നെ മുട്ടക്കറി ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ദോശമാവ് ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് വെച്ച് ഒന്ന് ദോശ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദോശമാവ് ഞാൻ പാക്കറ്റിലാണ് മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി ദോശമാവ് നമ്മൾ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് അതിലേക്ക് ഇച്ചിരി പച്ചവെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, സാധാ വെള്ളം. അതും കൂടെ ചേർത്ത് ഇച്ചിരി നമ്മുടെ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് കലക്കി കുറച്ച് നേരം ഒന്ന് വെച്ചേക്കേ. അതിന് ശേഷമാണ് നമ്മൾ ഈ ദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ദോശ ചുട്ടെടുക്കുന്ന സമയം കൊണ്ട് അപ്പോൾ ദോശ ചെയ്യാനായിട്ട് നല്ല എളുപ്പമല്ലേ. അപ്പോൾ ദോശ ഇവിടെ തയ്യാറായി ഒരു സൈഡിൽ ആവുന്നുമുണ്ട്. ഇനി നമുക്ക് മുട്ടക്കറി തയ്യാറാക്കണം. ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് സവാള, പെരുംജീരകം, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മുടെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കഴിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മുടെ പൊടികൾ ഐറ്റം എല്ലാം ഇതിലിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പൊടികളുടെ ഡീറ്റെയിൽ എന്ത് പൊടികളാണ് ചേർക്കുന്നത് എന്നുള്ളത് നമ്മളിതിൽ കൊടുക്കുന്നതായിരിക്കും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇതിൽ ചേർത്തിട്ടുണ്ട്, എങ്ങനെയാണ് ചേർത്തിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ പറ്റും. ഇത്രയും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ അത് വേവാൻ ആവശ്യത്തിന് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് വീണ്ടും നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് 2 മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിരുന്നു വെള്ളത്തിൽ. അപ്പോൾ അതൊന്ന് പുഴുങ്ങി വന്നിട്ടുണ്ട്. തൊലി ഇളക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറി തയ്യാറ്.